Hello everyone, welcome to the online platform of IBS. Institute of Bank Studies-ൻ്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സോ ഇന്നത്തെ വീഡിയോ ക്ലാസ് RRB NTPCയുടെ പ്രീവിയസ്ലി ചോദിച്ചിരിക്കുന്ന കുറച്ച് നല്ല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതുപോലെ RRB NTPCയുടെ പ്രീവിയസ്ലി ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഇതതിൻ്റെ കണ്ടിന്യൂഷനാണ്. സോ വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും ഒന്നും കൂടെ ഈ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഏതാണെന്നുള്ളത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ അതിൻ്റെ ഡേറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം. RRB NTPC 30/12/2021 ഷിഫ്റ്റ് 1-ൽ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ പ്രീവിയസ്ലി വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസേ അത് നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വരാൻ പോകുന്ന ആ RRB NTPC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്നാണ് ബെറ്റർ ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. സോ അവിടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. cos 1 ഇൻറ്റു cos 2 ഇൻറ്റു cos 3 ഇൻറ്റു എന്ന് പറയുമ്പോൾ അങ്ങോട്ട് cos 4 cos 5 ഉണ്ട്. അത് അപ് ടു എവിടം വരെയാണ് cos 179 വരെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. സോ RRB NTPCക്ക് ചോദിച്ച ചോദ്യമാണ്. നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ആദ്യം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം ഒന്ന് കൺഫ്യൂസിങ് ആവും. അതായത് വേറെ ഒന്നുമല്ല, ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ cos 1-ൻ്റെയും cos 2-ൻ്റെയും cos 3-യുടെയും അപ് ടു cos 179 വരെയുള്ള വാല്യൂസിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ. അതിനുശേഷം അതിൻ്റെ എല്ലാം പ്രൊഡക്റ്റ് എടുത്തെങ്കിലല്ലേ നമ്മുടെ ആൻസർ ആവുത്തുന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും എല്ലാവർക്കും തോന്നുന്നത്. പക്ഷേ ഇതൊരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അവിടെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എഴുതാം cos 1 ഇൻറ്റു cos 2 ഇൻറ്റു cos 3 ഇൻറ്റു ഒന്നുകൂടെ എഴുതിയേക്കാം cos 4 ഇൻറ്റു എക്സെട്ര അപ് ടു cos 179 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒരു ടേബിളിനെ ബേസ് നമ്മൾ പഠിച്ച ടേബിളിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ് ടേബിൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂനെ പറ്റിയാണ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഞാൻ ആ വാല്യൂ, അതായത് ആ കോസിൻ്റെ ആ ആംഗിൾ, അത് cos 90 നിങ്ങൾ അറിഞ്ഞിരിക്കണം. cos 90 അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് cos 90 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 0 ആണ്. cos 90യുടെ വാല്യൂ എന്താണ്? അത് 0 ആണ്. അപ്പോൾ cos 90യുടെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളെ ട്രിഗ്നോമെട്രിയിലെ ടേബിൾസ് ബേസ് ചെയ്യുള്ള ചോദ്യമാണ്. അപ്പോൾ cos 90യുടെ വാല്യൂ 0 ആണെന്ന് അണ്ടർസ്റ്റാൻഡിങ് ആയ സ്റ്റുഡൻസ് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എടുക്കാൻ പിന്നെ യാതൊരു പാടുമില്ല. അതായത് ഇവിടെ ആ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ cos 90 ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ cos 90യുടെ വാല്യൂ നിങ്ങൾക്കറിയാം, ഓൾഡ് ഞാൻ പറഞ്ഞാൽ അത് 0 ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ cos 1-നും cos 3-ക്കും cos 2-നും cos 4-നും cos 179 ഒക്കെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂസ് ഒക്കെ എന്തൊക്കെ ആയാലും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ഈ 0യോടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂസ് കൊണ്ട് 0നെ മൾട്ടിപ്ലൈ ചെയ്താലും റിസൾട്ടിങ് ആൻസർ എന്ത് തന്നെ വരത്തുള്ളൂ, അത് 0 വരത്തുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ ഇത് സോൾവ് ചെയ്ത് വന്നാൽ ഇവിടെ ഇൻ ബിറ്റ്വീൻ ഇവിടെ 0 ഉണ്ട്, cos 90യുടെ വാല്യൂ ആണ്, നമ്മുടെ ആൻസർ എന്ത് കിട്ടത്തുള്ളൂ, അത് 0 വരത്തുള്ളൂ. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, 0 നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആൻസർ എടുക്കാം. വിച്ച് ഈസ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇത്രയും ഉള്ളൂ ഈ ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എടുക്കാൻ നമ്മൾ എന്ത് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി, ഇവിടെ cos 90യുടെ വാല്യൂ അത് 0 ആണെന്നുള്ള ഒറ്റ പോയിന്റ് മാത്രം അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പല ടൈപ്പിലുള്ള എന്നാണ് ഈ ട്രിഗ്നോമെട്രിയിലുണ്ട്. അതൊക്കെ ഈ ടേബിളിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ടേബിളിനെ പറ്റി ആ വാല്യൂസിനെ പറ്റിയൊക്കെ നമ്മളൊരു നല്ല രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ എന്നാണ് സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ചാലും ഇത്തരത്തിലുള്ള എക്സാംസിന് മുമ്പും ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യാൻ വിത്തിൻ സെക്കൻഡ്സ് ആയിരിക്കും എൻ്റെ ആൻസർ. അത് കാണുമ്പോൾ തന്നെ ആൻസർ എടുക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ വേറൊന്നുമില്ല ഈ ക്വസ്റ്റിനകത്ത്. cos 90യുടെ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 0 എന്നുള്ള വാല്യൂ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ റിസൾട്ടിങ് എന്തേ വരത്തുള്ളൂ, 0യെ നമുക്ക് എന്ത് വരത്തുള്ളൂ, ആൻസർ ആക്കി കിട്ടത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. RRB NTPC 30/12/2021 ഷിഫ്റ്റ് 1-ൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതൊരു ജോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നുള്ളത്. The base and the altitude of a right angular triangle are
15 centimeter and 8 centimeter respectively. What is the altitude from the opposite vertex to its hypotenuse? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ 15ഉം 8ഉം ഒക്കെ എന്താണ്, അതിൻ്റെ ബേസും ആൾട്ടിറ്റ്യൂഡിൻ്റെ മെഷറാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ആൾട്ടിറ്റ്യൂഡ് ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ടു ഹിസ് ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസിന് ഓപ്പോസിറ്റ് കാണുന്ന വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്ന, അത് ഹൈപ്പോട്ടനസിലേക്ക് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡിൻ്റെ മെഷർ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ആൾട്ടിറ്റ്യൂഡ്, അതിൻ്റെ മെഷർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 4 ഓപ്ഷൻസും അതിനെ ബേസ് ചെയ്തുണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റിനെ പറ്റി ഒരു ക്ലിയർ ക്ലാരിറ്റി കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചിട്ട് നമുക്കൊരു പേരൊക്കെ കൊടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഈ മെഷർമെൻറ്റ്സ് ഒക്കെ അവിടെ ഒന്ന് സ്പോട്ട് ചെയ്യാം. സ്പോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ക്വസ്റ്റിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടും. സോ നമ്മുടെ ട്രയാംഗിൾ റെഡി ആയിട്ടുണ്ട്. ട്രയാംഗിൾ ABC ആക്കി എടുക്കുവാണ്. അപ്പോൾ അവിടെ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വേണം, ഇതിൻ്റെ ബേസ് ആണ്. ദിസ് ഈസ് ദ ബേസ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പോൾ ബേസിൻ്റെ മെഷർമെൻറ്റ് ക്വസ്റ്റിലുണ്ട്. എത്രയാത്, വിച്ച് ഈസ് ഈക്വൽ ടു 15 centimeter. And this is its altitude, which is equal to 8 centimeter. Okay, so നിങ്ങൾക്കറിയാം ഇതെന്താണ്, അതിൻ്റെ ഹൈപ്പോറ്റന്യൂസ് ആണ്. ഹൈപ്പോറ്റന്യൂസ്. സോ അതിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾക്കറിയാവോ, അത് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അക്കോർഡിംഗ് ടു ദ പൈതഗോറസ് തിയറം നിങ്ങൾക്കറിയാം ഇതിൻ്റെ ബേസിൻ്റെ സ്ക്വയറും, അതായത് AB സ്ക്വയർ പ്ലസ് പിന്നെ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം AC സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്, അത് BC സ്ക്വയർ ആണ്. ഈസ് ഈക്വൽ ടു BC സ്ക്വയർ. അതാണ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ഫോം ചെയ്യുന്നത്, പൈതഗോറസ് തിയറം. പക്ഷേ ഇവിടെ നിങ്ങൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ഹൈപ്പോട്ടനസിൻ്റെ മെഷർമെൻറ്റ് എടുത്താൽ അത് കിട്ടും. പക്ഷേ അവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പൈതഗോറിയൻ ട്രിപ്ലറ്റ്സിനെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എത്ര പറയാം, അത് 17 സെൻറ്റിമീറ്റർ എന്ന് കണ്ണടച്ച് പറയാൻ സാധിക്കും. 17 സെൻറ്റിമീറ്റർ ആണ്. കാരണം ഇവിടെ ഈ 8ഉം 15ഉം 17ഉം എന്താണ്, ഇറ്റ്സ് എ പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. ഇവിടെ എഴുതാം 8, 15, 17 ഈസ് എ പൈതഗോറിയൻ ട്രിപ്ലറ്റ് ഉണ്ടോ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ അത് ബേസും ആൾട്ടിറ്റ്യൂഡും ഹൈപ്പോട്ടനസും ഒക്കെ ആയിട്ട് ഈ പറയുന്ന മെഷർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിൻ്റെ മെഷർമെൻറ്റ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അതിനെപ്പറ്റി അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല, കാരണം ഇത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. ഹൈപ്പോട്ടനസ് എന്ത് വരുന്നുണ്ട്, അത് 17 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആ പറഞ്ഞ ആൾട്ടിറ്റ്യൂഡ് എങ്ങനെ ഫോം ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ആൾട്ടിറ്റ്യൂഡിനെ പറ്റി ഒന്ന് നോക്കാം. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഈ ഹൈപ്പോട്ടനസിൻ്റെ ഓപ്പോസിറ്റ് ആകുന്ന വെർട്ടെക്സ് എന്ന് എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് എന്ത് ചെയ്യും, ഹൈപ്പോട്ടനസുമായിട്ട് എന്ത് ചെയ്യും, 90 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യും, പെർപെൻഡിക്കുലർ ആണെന്നുള്ള കാര്യം. ഇതാണ് ആൾട്ടിറ്റ്യൂഡ് കേട്ടോ. ഇതിൻ്റെ മെഷർമെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഈ ഒരു പോയിന്റിനെ ഞാൻ D എന്നങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ADയുടെ മെഷർമെൻറ്റാണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്, ADയുടെ മെഷർമെൻറ്റ്. ഇവിടെ ഈ വെർട്ടെക്സിൽ നിന്ന് ഈ ഹൈപ്പോട്ടനസിലേക്ക് വരച്ചിരിക്കുന്ന ഈ ആൾട്ടിറ്റ്യൂഡിൻ്റെ മെഷർ വിച്ച് ഈസ് ഈക്വൽ ടു ADയുടെ മെഷർമെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇവിടെ ADയുടെ മെഷർമെൻറ്റ് അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കി വെച്ചോണം. അതായത് ഇവിടെ എഴുതാം altitude to hypotenuse is equal to base into height. അപ്പോൾ ഹൈറ്റ് എന്നുള്ളവിടെ ഉദ്ദേശിക്കുന്നത് എന്താ മനസ്സിലാക്കണം, അത് ഈ ആൾട്ടിറ്റ്യൂഡ് കേട്ടോ. ഇവിടെ ഞാൻ ഹൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, ഈ ട്രയാങ്കിളിൻ്റെ ഈ ഓൾട്ടിറ്റ്യൂഡാണ്, ഇതതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ എന്തായിരിക്കും, ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കണം കേട്ടോ, ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണക്ട് ചെയ്ത് റെയിൽവേക്കും SSCക്കും ഒരുപാട് ചോദിക്കാറുണ്ട്. എന്ന് പറയുമ്പോൾ ഇതിലെങ്കിലും ഒരു ഡാറ്റ അതിൽ മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ അറിയാൻ എന്താണ് കാര്യം എളുപ്പമായി. ഇവിടെ ആൾട്ടിറ്റ്യൂഡ് ടു ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം എത്രയാണ്, അത് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്, അത് AD, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ AD ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ എന്താ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പം അത് 15 × 8 ആണ്. 15 × 8 ഡിവൈഡ് ബൈ
ഹൈപ്പോട്ടിനിയസ് വിച്ച് ഈസ് ഈക്വൽ ടു 17 ഉണ്ടോ. ഇതങ്ങ് ചെയ്താൽ മതി, നേരെ ആൻസർ ആയിരിക്കും ഉണ്ടോ. അപ്പോൾ നിങ്ങളെന്താണ് ഈ ഒരു ഇക്വേഷനാണ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, ഇതിൽ ഏതെങ്കിലും ഒരു ഡാറ്റ എന്തായിരിക്കും അതിൽ നിന്ന് മിസ്സിംഗ് ആയിരിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇത് സോൾവ് ചെയ്ത് കിട്ടുന്നതാണെന്ന് പറയും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ അവിടെ 15 × 8 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് എത്രയാണ്, 120 ആണ്. 120/17 ചെയ്താൽ ആൻസറാണ്. അപ്പോൾ 17 120 എത്ര ടൈംസ് വരും, ഏകദേശം 7 ടൈംസ് വരും. 7 ടൈംസ് വരുന്നു. അപ്പോൾ എത്ര വരും, അത് 119 എന്ന് വരും. പോട്ട് 1 ക്യാരിങ് ആയിരിക്കും, ഡിവൈഡ് ബൈ എന്ത് വരും 17. സോ ദ ആൻസർ ഈസ് 7 and 1/17 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫൈനൽ ആൻസർ എടുക്കാൻ സാധിക്കും. എന്ന് പറയുമ്പോൾ അതേതാണ്, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് ഓർമ്മ വെച്ചാൽ മാത്രം മതി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഏതെങ്കിലും ഒരു ഡാറ്റ മിസ്സിംഗ് ആയിരിക്കും. ചിലപ്പോൾ ഇതിൽ ചോദിക്കുന്ന എന്തായിരിക്കും, ഇതിൻ്റെ എന്താ പറയുന്നത് ബേസ്, അല്ലെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ ഒരു കണക്ഷൻ ഇട്ട് തന്നിട്ട് ഈ പറയുന്ന ബേസും ഈ ഹൈറ്റും തമ്മിലൊരു കണക്ഷൻ ഇട്ട് തന്നിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന ഹൈപ്പോട്ടിനിസിൻ്റെ മെഷർ മാത്രം തന്നിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ആൾട്ടിറ്റ്യൂഡിൻ്റെ മെഷർ തന്നിരിക്കും. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ കണക്ഷൻ എടുത്ത് ആ ബേസും ആ പറയുന്ന ഹൈറ്റും കണ്ടുപിടിക്കുന്ന രീതിയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഉണ്ടോ, അവനെ പല രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ, ഇത് ഇത്രയാണ് സംഭവം. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാമെന്നാണ് യാതൊരു പാടുമില്ല. ഓക്കെ, ക്ലിയർ? സോ ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ 1 and 1/3 into 1 and 1/4 into 1 and 1/5 etc. up to 1 plus 1/n-1 is. ഇതിൻ്റെ വാല്യൂ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിന് ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് കാണുമ്പോൾ തന്നെ എന്താണ് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് കാണുന്ന സ്റ്റുഡൻസിന് അത് ഫീൽ ചെയ്യും. പക്ഷേ അങ്ങനെ ഡിഫിക്കൽറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. എന്ന് പറയുമ്പോൾ ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് ഒരുപാട് നമ്പർ സിസ്റ്റം എന്നുള്ള ടോപ്പിക്സിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ലോജിക്ക് എന്താണ് എന്നുള്ള കാര്യം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ വളരെ ഈസി ആയി ക്വസ്റ്റ്യൻ. അതായത് നമ്മളിപ്പോൾ ഇതിപ്പോൾ തന്നിരിക്കുന്നതെല്ലാം മിക്സഡ് ഫ്രാക്ഷൻസിൽ തന്നിരിക്കുന്നത്. നമ്മളതിനെ എന്ത് ചെയ്യുന്നു, നേരെ ഒന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് നമുക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1 and 1/3 ആണ്. സോ 1 and 1/3 നിങ്ങൾക്കറിയാം വിച്ച് ഈസ് എന്താണ്, ഈ 3 ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് 3 × 1 + 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, 4/3. ഇവിടെ എഴുതാം 4/3 എന്ന് വരും. സോ ഇൻറ്റു ഇതെന്ത് വരും, ക്രോസ് ചെയ്യുമ്പോൾ 4 × 1 + 1 വിച്ച് ഈസ് 5/4 എന്ന് എഴുതാം, 5/4 ഇൻറ്റു അടുത്തത് എന്ത് വരും, ഇതുപോലെ തന്നെ ഇംപ്രോപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5 × 1 + 1 വിച്ച് ഈസ് എന്ത് വരും 6/5 എന്ന് വരും. അപ്പോൾ അടുത്ത ടേം അവിടെ ഇല്ല, അതും കൂടെ ഞാൻ ഈ രീതിയിൽ നിന്ന് എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, അടുത്ത ടേം എന്താണെന്നുള്ളതിനെ പറ്റിയാണ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. അടുത്ത ടേം എന്താണത്, അടുത്ത ടേം അത് ഇവിടെ എഴുതാം 1 + 1/6 ആണ്. കണ്ടോ, അപ്പോൾ ആ ഒരു ഓർഡർ കീപ്പ് ചെയ്താണ് പോകുന്നത്. 1 + 1/6 ആണ്. അപ്പോൾ 1 + 1/6 നിങ്ങൾക്ക് അറിയാം എന്താണത്, 7/6 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്താണത്, 7/6 ഇങ്ങനെയാണ് അത് പോകുന്നത്. കണ്ടോ, ഇൻറ്റു എക്സെട്ര ഇങ്ങനെയൊക്കെ ചെല്ലുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം, ഇതിനെ ഒന്ന് ക്രോസ് ചെയ്താൽ എന്ത് വരും, അത് n-1 ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് അപ്പോൾ എന്ത് വരും, n-1 + 1 ഹോൾ ഡിവൈഡ് ബൈ എന്ത് വരും, n-1 ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇതാണ് ഈ ക്വസ്റ്റ്യൻ പോകുന്നത് ആണല്ലോ. സോ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടുത്തെ ഈ ഫസ്റ്റ് ടേമിലെ ഈ ന്യൂമറേറ്ററിലും ഈ സെക്കൻഡ് ടേമിലെ ഡിനോമിനേറ്ററും ക്യാൻസൽ ആയി പോവുകയാണ്. ആൻഡ് സിമിലർലി ഇവിടെ ഈ സെക്കൻഡ് ടേമിലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ആയി പോകുന്നു. ഇവിടെ ന്യൂമറേറ്ററും ക്യാൻസൽ ആയി പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് പോകുന്നുണ്ടോ, ആ ഒരു പാറ്റേണിൽ അത് പോകുന്നു. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയാം, ഇവിടെ നെക്സ്റ്റ് ആ ഒരു ഫ്രാക്ഷൻ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒന്നും ഇവിടെ ഇല്ല, അതെന്ത് ചെയ്യും, ഇതുമായിട്ട് ക്യാൻസലായി പോകുന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കിക്കണം. ആണല്ലോ, ഇതാണ് അവിടെ സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ 3 എന്നുള്ള വാല്യൂ എന്ത് ചെയ്തു, അവിടെ ലെഫ്റ്റ് ആയിരിക്കുകയാണ്. ആണല്ലോ. സോ അങ്ങനെ ഇവിടെ നമുക്ക് എന്താ എഴുതാം, ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ജസ്റ്റ് 1/3 മാത്രമാണ്. എന്തോ ഉള്ളൂ, 1/3 മാത്രം അവിടെ ലെഫ്റ്റായി ഉണ്ടോ. ബാക്കി എങ്ങോട്ട് വരുന്ന വാല്യൂസ് ഒക്കെ എന്ത് ചെയ്തു, അത് ക്യാൻസലായി പോയിരിക്കുകയാണ്. ക്യാൻസലേഷൻ സംഭവിച്ച് അങ്ങ് മുന്നോട്ട് പോയി. അപ്പോൾ അവിടെ ആ ഫൈനൽ ടേമിനെ പറ്റി നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്കറിയാം ഈ -1ഉം +1ഉം ഒന്ന് ക്യാൻസലായി പോയി. സോ അവിടെ ലെഫ്റ്റ് എന്ന ടേം എന്താ ഉള്ളു, അവിടെ n/n-1 എന്നുള്ള ടേം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ലെഫ്റ്റ് ആവുന്നുള്ളൂ. എന്താണ്, n/n-1 എന്നുള്ള ടേം മാത്രം അവിടെ ലെഫ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്തു പോകുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ന്യൂമറേറ്റർ ഉണ്ട്, ഇവിടെ ന്യൂമറേറ്ററിലൊരു വാല്യൂ ഉണ്ട്, ഇവിടെ ന്യൂമറേറ്ററിലൊരു വാല്യൂ ഉണ്ട്.
ഇതവിടെ അതിൻ്റെ ഡിനോമിനേറ്ററും ഉണ്ട് റെസ്പോണ്ടിങ് ആയിട്ട്. ആ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത് ചെയ്തു പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഇവിടെ തൊട്ട് മുമ്പാത്ത ടേമിൻ്റെ ന്യൂമറേറ്ററും ക്യാൻസൽ ആയി പോകുന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ ഫോളോ ചെയ്ത് പോകുമ്പോൾ എന്ത് വരുന്നുണ്ട്, ഇവിടെയുള്ള ഈ ന്യൂമറേറ്ററും ഈ ഡിനോമിനേറ്ററും എന്ത് ചെയ്യുന്നു, അങ്ങ് ക്യാൻസൽ ആയി പോവുക ചെയ്യുന്നു. കണ്ടോ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞതല്ല, ഫസ്റ്റ് ടേമിൻ്റെ ആ ഡിനോമിനേറ്റർ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ലെഫ്റ്റ് ആയിരിക്കുക. കണ്ടോ, ലാസ്റ്റ് ടേമിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂമറേറ്റർ മാത്രം എന്ത് ചെയ്യുന്നു, അവിടെ ലെഫ്റ്റ് ആയിരിക്കുന്നു. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. കണ്ടോ, എന്ന് പറയുമ്പോൾ ഇത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റനാണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റനിലെല്ലാം ഇവിടെ ഓരോരോ വാല്യൂസ് ഈ രീതിയിലുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും എന്ത് തന്നെയായിരിക്കും, ഫസ്റ്റ് ടൈമിൻ്റെ ഡിനോമിനേറ്റർ അവിടെ ലെഫ്റ്റ് ആകുകയും ലാസ്റ്റ് ടൈമിൻ്റെ ന്യൂമറേറ്റർ അവിടെ ലെഫ്റ്റ് ആകുകയും ചെയ്തിരിക്കുകയാണ്. നമുക്കപ്പം ആ എന്നും ഈ 1/3 മീൻസ് 3 എന്ന് മാത്രമേ ഇവിടെ എന്ത് ചെയ്യൂ ലെഫ്റ്റ് ആയിട്ടുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ റെഡ്യൂസർ ഫോമിൽ എന്തെഴുതിയാൽ മതി, അവിടെ n ന്യൂമറേറ്ററിലും /3 അത് n × 1/3 എന്നാണ്. അതായത് എന്ന് പറഞ്ഞാൽ ഇവിടെ 1/3 ഇൻറ്റു എന്ത് മാത്രമേ ഉള്ളൂ, ഈ എന്നേ ഉള്ളൂ. സോ 1/3 ഇൻറ്റു n എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്താ എഴുതാം, അതിനെ n/3. വി ഗോട്ട് ദി ആൻസർ എന്ത് കിട്ടും, അതിന് n/3 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്താണ് ഇവിടെ, അത് n/3. അതായത് നമ്മൾ ഇത്രയും വലിയൊരു എക്സ്പ്രഷനുള്ളൊരു ക്വസ്റ്റിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കിട്ടുന്നതിന് നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, അത് n/3 ആയിരിക്കും. സോ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻ എ വളരെ ക്ലിയർ ആയിട്ട് ആൻസർ ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, n/3 ഉണ്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ നമ്പർ സിസ്റ്റത്തിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം അത് ഈ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇനി വേറെ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ, ഇത് ഈ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്ന് ഇത്രയും മാത്രം ഓർത്താൽ മതി. എന്ത് ഓർത്താൽ മതി, ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് എക്സ്പ്രഷനകത്ത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴുള്ള ഈ 4/3 ആ ഇതിനകത്ത് അതിൻ്റെ ഡിനോമിനേറ്റർ അങ്ങോട്ട് എഴുതി കൊടുക്കുക ഉണ്ടോ. അതുപോലെ ഇത് ക്രോസ് ചെയ്തതിനു ശേഷം കിട്ടുന്ന ഇവിടെ ലെഫ്റ്റ് ആവുന്ന n ആ ന്യൂമറേറ്റർ ലാസ്റ്റ് ടൈമിന് എന്ത് ചെയ്യുക, ആ ന്യൂമറേറ്ററിലേക്ക് തന്നെ എഴുതി കൊടുക്കുക ഉണ്ടോ. അപ്പോൾ ആൻസർ എന്തായി, n/3. നൗ ഇറ്റ്സ് ഓവർ. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, കൺഫ്യൂസിങ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഇതിനെ ഈ പറയുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് സമയം കളയാനും പാടില്ല. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ പറയുന്ന ഡിനോമിനേറ്റർ 3യും ഇവിടെ നമ്മളിതിനെ ക്രോസ് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ വരുന്ന ഈ എന്നും ആ ന്യൂമറേറ്ററും ചേർത്ത് n/3 എന്ന് ആൻസർ എഴുതി ഇതാണ് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, അപ്പം നമ്മളെ NTPC എക്സാമിന് ഇനിയിപ്പോൾ ഒരു 3 to 4 months ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഇതുപോലെ അഡ്വാൻസ് ലെവൽ ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നല്ലവണ്ണം ചെയ്ത് വർക്കൗട്ട് ആക്കി റെഡി ആയിട്ടിരിക്കണം എക്സാമിന് വേണ്ടി തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്, നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഈ കാര്യം മറന്നു പോകരുത്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യുക. ഓക്കെ. സോ എല്ലാവർക്കും ഫൈനലി ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഓൾ സ്റ്റുഡൻസ്.